നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 2 ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും ചോദിക്കാം, മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും ചോദിക്കാം, മെത്തേഡ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും ചോദിക്കാം. അങ്ങനെ 3 തരത്തിലും ചോദിക്കാം. അതിലത്തെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടോട്ടൽ ഔട്ട്ലേ ഇൻകേർഡ് ഓൺ ദ പർച്ചേസ് ഓഫ് ദ കമ്മോഡിറ്റി. നമ്മൾ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വഹിക്കേണ്ടി വരുന്ന ചിലവ്, അതാണ് ടോട്ടൽ ഔട്ട്ലേ. ഔട്ട്ലേ മീൻസ് എക്സ്പെൻഡിച്ചർ, ചിലവ് എന്നുള്ള അർത്ഥമാണ്. പർട്ടിക്കുലർ കമ്മോഡിറ്റി നമ്മൾ പ്രൈസ് ചെയ്യുന്ന സമയത്ത്, പർട്ടിക്കുലർ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൊടുക്കണം അല്ലേ, അതിനെയാണ് എന്താണ് ചിലവ് എന്ന് പറയുന്നത്, എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഔട്ട്ലേ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് നമ്പർ ഓഫ് ദ യൂണിറ്റ്സ് പർച്ചേസ്ഡ്. അപ്പോൾ ടോട്ടൽ ഔട്ട്ലേ അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ പ്രോഡക്റ്റ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും എത്ര യൂണിറ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, 10 യൂണിറ്റ് 20 യൂണിറ്റ് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അല്ലേ, അതിനെയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ യൂണിറ്റ്, അതാണ് TQ എന്ന് പറയുന്നത്, ടോട്ടൽ യൂണിറ്റ് പർച്ചേസ്ഡ്. P എന്ന് പറയുന്നത് എന്താണ്, എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ടോട്ടൽ ഔട്ട്ലേ അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടും. TQ ഈസ് ദ ടോട്ടൽ ഔട്ട്ലേ, TO ഈസ് ദ ടോട്ടൽ ഔട്ട്ലേ, TQ എന്ന് പറയുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി, P എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ്. P എന്ന് പറയുന്നത് പ്രൈസ്. ഇനി നോക്കൂ, കോളം വൈസ് അനാലിസിസ് ആണ്. ഫസ്റ്റ് കോളം ടൈപ്പ് ഓഫ് കമ്മോഡിറ്റി ABC ഉണ്ട്, പ്രൈസ് പെർ യൂണിറ്റ് ഉണ്ട്, ദെൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഉണ്ട്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ദെൻ നെക്സ്റ്റ് കോളം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. നോക്കൂ, പ്രൈസ് പെർ യൂണിറ്റ് A എന്നുള്ള കമ്മോഡിറ്റി 10 റുപ്പീസാണ് അതിൻ്റെ വില. അപ്പോൾ 12 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അപ്പോൾ 10 × 12 എത്രയാണ്, 120 അല്ലേ. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, 120. അടുത്ത കോളം നോക്കൂ, കമ്മോഡിറ്റി Aയുടെ വില 8 ആകുമ്പോൾ 15 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. വില കുറഞ്ഞപ്പോൾ കൂടുതൽ യൂണിറ്റ് പർച്ചേസ് ചെയ്തു, 12 പകരം 15 പർച്ചേസ് ചെയ്തു. അപ്പോൾ 8 × 15 എത്രയാണ്, 120. നെക്സ്റ്റ് നോക്കൂ, A എന്നുള്ള കമ്മോഡിറ്റി 5 റുപ്പീസ് ആകുമ്പോൾ 24 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, 120. നോക്കൂ, ആദ്യത്തെ 3 ടോട്ടൽ എക്സ്പെൻഡിച്ചറും സെയിം ആണ് അല്ലേ, അതുകൊണ്ട് അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 1 ആയിരിക്കും. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആയി വന്നു. 3 തവണയും കൺസ്യൂമർ A എന്നുള്ള പ്രോഡക്റ്റ് ഡിഫറെൻറ്റ് പ്രൈസസിൽ ഡിഫറെൻറ്റ് യൂണിറ്റ് പർച്ചേസ് ചെയ്ത സിറ്റുവേഷനിൽ, അപ്പോൾ അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, 1. അടുത്ത് നോക്കൂ, B എന്നുള്ള കമ്മോഡിറ്റി 10 റുപ്പീസ് ആകുമ്പോൾ 14 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 10 × 14 140. അപ്പോൾ B എന്നുള്ള കമ്മോഡിറ്റി അങ്ങനെ 3 തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഇവിടെ B എന്നുള്ള പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നോക്കൂ, 140 160 180 ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ് അല്ലേ. B എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. B എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ 1. നെക്സ്റ്റ് കോളം നോക്കൂ, C എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നോക്കൂ. എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് TO = TQ × P എന്നുള്ള ഫോർമുല തന്നെയാണ്. അടുത്ത കോളം നോക്കൂ, 120 104 80. അതായത് C എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് C എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ യൂണിറ്റി ആണ്, ഒന്നിനേക്കാൾ കുറവ് അവർ ED = ലെസ് ദാൻ 1. അപ്പം നമ്മൾ 3 കമ്മോഡിറ്റീൻ്റെ ഡിഫറെൻറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ നോക്കിയിട്ട് അത് ഏത് ഇലാസ്റ്റിസിറ്റിയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് ഈ കോളം വൈസ് അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, പിന്നെ ഗ്രേറ്റർ ദാൻ ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ, അതാണ് ഈ ED > 1 വന്നത്. ദെൻ ലെസ് ദാൻ
ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇ ഡി ഈക്വൽ ടു <1 വന്നത്. നോക്കൂ, അടുത്തത് കോളം വൈസ് അനാലിസിസ് ആണ്. പ്രൈസ് കൂടുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണ്, പ്രൈസ് കുറയുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണെന്ന് ആദ്യം നോക്കൂ. ഇലാസ്റ്റിക് ഡിമാൻഡ് ആവുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയും, ടോട്ടൽ ഔട്ട്ലേ എന്ത് ചെയ്യും, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കൂടുമ്പോൾ എന്താണ്, ടോട്ടൽ ഔട്ട്ലേ കുറയുന്നു. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കുറയുമ്പോൾ ടോട്ടൽ ഔട്ട്ലേ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ് സിറ്റുവേഷനിൽ. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താണ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്ലേ കൂടുന്നു, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾ ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്ലേ കുറയുന്നു. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിലോ ടോട്ടൽ ഔട്ട്ലേ റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്നാണ്, അതായത് ഒരു മാറ്റവും ഇല്ലാണ്ട് തുടരുന്നു. അപ്പോൾ 3 ഇലാസ്റ്റിസിറ്റിയിൽ ഉള്ള 3 സിറ്റുവേഷനാണ് നമ്മൾ പഠിച്ചത്. ദെൻ സെക്കൻഡ് മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, അതുപോലെ തന്നെ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പം നമുക്ക് അങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ പറ്റുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഫോർമുല പഠിച്ചു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സെയിം ഫോർമുല തന്നെയാണ് പെർസെൻറ്റേജ് മെത്തേഡിലും വരുന്നത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. ദെൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നായിരിക്കും. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പോൾ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർമുല പഠിച്ച സെയിം തന്നെയാണ് പെർസെൻറ്റേജ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലും വരുന്നത്. അടുത്ത് നോക്കൂ, പോയിൻറ്റ് മെത്തേഡ് ഓർ ജിയോമെട്രിക്കൽ മെത്തേഡാണ്. പോയിൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ മെത്തേഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്യാൻ ബി മെഷേർഡ് ജിയോമെട്രിക്കലി. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ ഈച്ച് പോയിൻ്റ് ഓഫ് ഡിമാൻഡ് കർവ് ഈസ് ഡിഫറെൻറ്റ്. നോക്കൂ, ഗ്രാഫ് നോക്കിയാൽ അറിയാൻ പറ്റും, ഓരോ പോയിന്റിലും ഇലാസ്റ്റിസിറ്റി എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഈച്ച് പോയിന്റിലും ഡിമാൻഡ് കർവ് എന്താണ്, ഈച്ച് പോയിന്റിലും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. നോക്കൂ, എ എന്നുള്ള പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഫിനിറ്റ് ആണെങ്കിൽ ബി എന്നുള്ള പോയിന്റ് എക്സ് ആക്സിൽ കണക്ട് ചെയ്യണം, അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആണ്. സി എന്നുള്ള പോയിന്റിലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് <1. ഡി എന്നുള്ള പോയിന്റിലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു 1. ഇ എന്നുള്ള പോയിന്റിലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് <1. എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി, വൈ ആക്സിസിൽ പ്രൈസ്. അപ്പോൾ പോയിന്റ് മെത്തേഡ് അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ മെത്തേഡിൽ നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് ഓരോ പോയിന്റിലും ഏത് ഇലാസ്റ്റിസിറ്റി വരുമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിനുള്ള ഒരു ഫോർമുലയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് എ പോയിന്റ് ഈക്വൽ ടു ലോവർ സെഗ്മെൻറ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. നോക്കൂ, ഇപ്പോൾ പോയിന്റ് ഇ എന്നുള്ള പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് നോക്കും, ലോവർ സെഗ്മെൻറ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്, അതായത് ഇ ബി ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്, അതായത് ഇ എ. അപ്പോൾ അത് മെഷർ ചെയ്താൽ നമുക്ക് ഇ എന്നുള്ള പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കൂ, ഡി എന്നുള്ള പോയിന്റിലെയാണ് നമുക്ക് പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫോർമുല എന്താണ്, ഡി ബി ഡിവൈഡഡ് ബൈ ഡി എ. അതുപോലെ തന്നെ സി എന്നുള്ള പോയിന്റിലെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നതെങ്കിൽ സി ബി ഡിവൈഡഡ് ബൈ സി എ, അതായത് ലോവർ സെഗ്മെൻറ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്, താഴത്തെ പോർഷൻ ഡിവൈഡഡ് ബൈ മുകളിലത്തെ പോർഷൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പോയിന്റ് മെത്തേഡ് ഓർ ജിയോമെട്രിക്കൽ മെത്തേഡ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. അപ്പോൾ ഓരോ പോയിന്റിലും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിലത്തെ വാല്യൂസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇ ഡി ഈക്വൽ ടു <1, <1, ഇൻഫിനിറ്റി ഈക്വൽ ടു 1, 0 എന്നൊക്കെ കൊടുത്തത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ നമ്മൾ 3 മെത്തേഡ്സ് ആണ് പഠിച്ചത് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ്, പോയിന്റ് മെത്തേഡ് ഓർ ജിയോമെട്രിക്കൽ മെത്തേഡ്. ഇനി ഓരോ ഇലാസ്റ്റിസിറ്റിനെയും നമ്മളൊന്ന് ടൈപ്പ് അറേഞ്ച് ചെയ്തിട്ട് പഠിക്കുകയാണ്. നോക്കൂ,
അതിലത്തെ ഫസ്റ്റ് വൺ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈസിന് പകരം അവിടെ ഇൻകം ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഫോർമുലയിൽ ക്വാണ്ടിറ്റി പ്രൈസ് ക്വാണ്ടിറ്റി അങ്ങനെയല്ലേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇൻകം മെത്തേഡ് ആകുമ്പോൾ ഇൻകവും പ്രൈസും മാത്രമാണ് നോക്കുക, രണ്ട് വേരിയബിൾസ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ ടെക്നിക്കൽ ടേം യൂസ്ഡ് ബൈ ദ എക്കണോമിസ്റ്റ് to describe the degree of responsiveness of quantity demanded of the commodity in response to change in income of the consumer. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിലും എന്തുണ്ടാവും, ചേഞ്ചസ് വരും. ഇൻകത്തിലുള്ള ചേഞ്ച് കൊണ്ട് എന്ത് ചേഞ്ച് വരും, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന അളവിൽ ചേഞ്ചസ് വരും. അപ്പോൾ റെസ്പോൺസ് ഉണ്ടാവും. ഇൻകത്തിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഉടനെ തന്നെ ഏതിൽ റെസ്പോൺസ് ഉണ്ടാവും, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ റെസ്പോൺസ് ഉണ്ടാവുന്നു. അതാണ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അതായത് proportionate change in quantity demanded divided by proportionate change in income of the consumer. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നിട്ടുള്ള മാറ്റം, അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുക. അടുത്ത് നോക്കൂ, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, അതായത് ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻകം. അപ്പം അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മുടെ കറക്റ്റ് ഫോർമുല എന്താണ്, ഇ വൈ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ ഇൻറ്റു വൈ ബൈ ക്യൂ. ഇവിടെ വൈ എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അപ്പം നമ്മൾ പഠിച്ചത് ഏതാണ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദെൻ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എപ്പോഴും ആലോചിക്കുക, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്ന സിറ്റുവേഷനിൽ രണ്ട് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് രണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് ആലോചിച്ച് വയ്ക്കുക. രണ്ട് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് രണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡ് എന്നൊക്കെ ഓർക്കുക കേട്ടോ, എന്നാലാണ് ഇത് മനസ്സിലാവുള്ളൂ. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ ടെക്നിക്കൽ ടേം യൂസ്ഡ് ബൈ ദ എക്കണോമിസ്റ്റ് to describe the degree of responsiveness of quantity demanded of the commodity in response to change in price of the other commodity. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആകാം അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ് ആകാം. അതായത് ഒരു കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡിൽ വ്യത്യാസം വരുന്നു, മറ്റു കമ്മോഡിറ്റിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ, ഇപ്പോൾ ബി എന്നുള്ള കമ്മോഡിറ്റിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരുന്ന സിറ്റുവേഷനിൽ എ എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡിൽ റെസ്പോൺസ് ഉണ്ടാകുന്നു, എ എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡിൽ ചേഞ്ച് വരുന്നു. ഇപ്പോൾ ബി എന്നുള്ള കമ്മോഡിറ്റിൻ്റെ പ്രൈസ് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ എ എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡ് എന്താവും, കൂടും. ബി എന്നുള്ള കമ്മോഡിറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാലോ എ എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡ് കുറയും, എല്ലാവരും ബി എന്നുള്ള കമ്മോഡിറ്റി വാങ്ങിക്കില്ലേ. അപ്പോൾ അതാണ് ആലോചിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആലോചിക്കുക, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡും ആലോചിക്കുക. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, റേഷ്യോ ബിറ്റ്വീൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി അതർ കമ്മോഡിറ്റി. ഇവിടെ അതർ കമ്മോഡിറ്റി എന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഫോർമുല തെറ്റിപ്പോകും. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ എന്താ ഫോർമുല, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമ്മോഡിറ്റി എക്സ്. എക്സ് എന്നുള്ള കമ്മോഡിറ്റിയിൽ വന്നിട്ടുള്ള എക്സ് എന്നുള്ള കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡിൽ വന്നിട്ടുള്ള ശതമാനമാറ്റം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി അതർ കമ്മോഡിറ്റി. അതർ കമ്മോഡിറ്റി അതായത് വൈ എന്നുള്ള അർത്ഥം, ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്ത് വൈ. അപ്പോൾ ഇത് ഫോർമുല ആലോചിക്കുക, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി അതർ കമ്മോഡിറ്റി വൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഫോർമുല എഴുതാം, ഡെൽറ്റ ക്യു എക്സ് അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി വൈ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി വൈ ഇൻറ്റു പി വൈ. എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞ ഡെൽറ്റ ക്യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ദ, ഡെൽറ്റ എന്ന് കേട്ടാൽ ആലോചിക്കണം ചേഞ്ച് ആണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന്. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി വൈ എന്ന് പറഞ്ഞാലോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി വൈ ഇൻറ്റു
പി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി വൈ. ക്യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമ്മോഡിറ്റി എക്സ്. ഇപ്പോൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ചേഞ്ച് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് കമ്മോഡിറ്റിൻ്റെ കേസാണെന്ന് ആലോചിക്കുക. എന്താണ് അതിൻ്റെ ഫോർമുല? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി അതർ കമ്മോഡിറ്റി വൈ. ഇലാസ്റ്റിസിറ്റി അലോങ് ലീനിയർ ഡിമാൻഡ് കർവ്. നോക്കൂ, അടുത്ത ഒരു സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. ലീനിയർ ഡിമാൻഡ് കർവ് ആണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റീൻ്റെ വാല്യൂ മെഷർ ചെയ്യുക. അപ്പോൾ അതിൽ രണ്ട് ഫോർമുലയും പറയുന്നുണ്ട്. അതിൻ്റെ എന്താണ്, ഒരു ഫോർമുലയും പറയുന്നുണ്ട്, രണ്ട് പ്രോബ്ലവും പറയുന്നുണ്ട്. നോക്കൂ, ഇലാസ്റ്റിസിറ്റി അലോങ് ലീനിയർ ഡിമാൻഡ് കർവ്. ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ് ആണെന്ന് ആലോചിക്കുക. അവിടുത്തെ ഇലാസ്റ്റിസിറ്റി എങ്ങനെ മെഷർ ചെയ്യും? ഇപ്പോൾ ക്യൂ ഈക്വൽ ടു എ മൈനസ് ബി പി അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരാ ഫോർമാറ്റിൽ. ക്യൂ ഈക്വൽ ടു എ മൈനസ് ബി പി. ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ ഡി ആണ്, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. എ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെക്റ്റ്, ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ ലൈനിൽ അതായത് വൈ ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത സ്ഥലം. ബി എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് അതായത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ അതാണ് സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ദെൻ പി എന്ന് പറയുന്നത് എന്താണ് അറിയാം? പ്രൈസ് ഓഫ് ദി commodity. The price elasticity at a particular point price on the demand curve. പർട്ടിക്കുലർ പോയിന്റിൽ വരുന്ന പ്രൈസ് വരുമ്പോൾ അവിടെ ഡിമാൻഡ് കർവ് ലീനിയർ ആണെന്ന് പറഞ്ഞു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇ ഡി ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ ക്യൂ. ഇ ഡി ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ ക്യൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓൺ ലീനിയർ ഡിമാൻഡ് കർവ് ഈസ് എന്താണ്? ഇ ഡി ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ ക്യൂ. ഇ ഡി ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ ക്യൂ. നോക്കൂ, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എല്ലാവരും അത് വർക്കൗട്ട് ചെയ്യണം. കൺസിഡർ എ ലീനിയർ ഡിമാൻഡ് കർവ് ക്യൂ ഈക്വൽ ടു 10 മൈനസ് 2p. ഫൈൻഡ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അറ്റ് എ പ്രൈസ് ഈക്വൽ ടു 3. പ്രൈസ് 3 ആകുന്ന സിറ്റുവേഷനിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീനിയർ ഡിമാൻഡ് കർവാണ് തന്നിരിക്കുന്നത്. ക്യൂ ഈക്വൽ ടു 10 മൈനസ് 2p. ഇപ്പോൾ ഇവിടെ പീൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉടനെ തന്നെ ആ പീൻ്റെ പ്ലേസിൽ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രൈസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്യൂ ഈക്വൽ ടു 10 മൈനസ് 2 ഇൻറ്റു 3. അപ്പോൾ വാല്യൂ ലാസ്റ്റ് എന്ത് വരും? 10 മൈനസ് 6 അതായത് 4 വരും. അപ്പോൾ പി ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ ക്യൂ ഈക്വൽ ടു എന്ത് കിട്ടി? 4 കിട്ടി. ഇനി നോക്കൂ, ബീൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, മോളത്തെ ഫോർമുലയിൽ ക്യൂ ഈക്വൽ ടു എ മൈനസ് ബി പി ആണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ബിയുടെ പ്ലേസിലത്തെ വാല്യൂ എന്താണ്? 2 ആണ്. നോക്കൂ, ക്യൂ ഈക്വൽ ടു 10 മൈനസ് 2p. അപ്പോൾ 2 എന്നുള്ള വാല്യൂ മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ്. അപ്പോൾ സ്ലോപ്പ് എത്രയാണ്? 2. അപ്പോൾ നമ്മളുടെ ഫോർമുല എന്താണ്? ലീനിയർ ഡിമാൻഡ് കർവ് ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാൻ എന്താ ഫോർമുല? ഇ ഡി ഈക്വൽ ടു ബി പി ബൈ ക്യൂ. ഇവിടെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുക. ഇ ഡി ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ ക്യൂ. ദറ്റ് ഈസ് ബി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വാല്യൂ ഉണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ അതുണ്ട് അല്ലേ, 2 ആണെന്ന് മനസ്സിലായി. 2 ഇൻറ്റു തന്നിരിക്കുന്ന വാല്യൂ പ്രൈസ് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാണ്? 4. 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 5/4 ദറ്റ് ഈസ് 6/4 അല്ലേ? 6/4 വരും. 2 ഇൻറ്റു 3 എന്താണ്? 6 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടി? 1.5. കാൽക്കുലേറ്ററിൽ ചെയ്താൽ 1.5 കിട്ടും. ഇപ്പോൾ ലീനിയർ ഡിമാൻഡ് കർവ് ആണെങ്കിൽ നമ്മൾ ഫോർമുല ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയും. അടുത്ത നോക്കൂ, അടുത്തൊരു പ്രോബ്ലം ആണ്. കൺസിഡർ എ ലീനിയർ ഡിമാൻഡ് കർവ് ക്യൂ ഈക്വൽ ടു 20 മൈനസ് 3p. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അറ്റ് പ്രൈസ് ₹5. പ്രൈസ് 5 ആകുമ്പോൾ എന്താ സിറ്റുവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യൂ ഈക്വൽ ടു 20 മൈനസ് 3pയിൽ പീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 5 എന്നുള്ള ആൻസർ കിട്ടും. ക്വസ്റ്റ്യനിൽ പി 5 ആണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5 ആണ്. ബി എന്താണ്? ക്യൂ മൈനസ് 20 മൈനസ് 3pയിൽ ബീൻ്റെ വാല്യൂ എന്താണ്? നോക്കിയാൽ അറിയാൻ പറ്റും, 3 അല്ലേ? അപ്പോൾ നമ്മൾ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇ ഡി ഈക്വൽ ടു ബി പി ബൈ ക്യൂ, അതായത് 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5, അതായത് 15 ഡിവൈഡഡ് ബൈ 5 വരും.
അപ്പോൾ ആൻസർ എന്ത് വരും? 3. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു 3 വരും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി അലോങ് ലീനിയർ ഡിമാൻഡ് കർവ് ആണെങ്കിൽ പ്രത്യേകം ആലോചിക്കുക, ഈ ഫോർമുലയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ഗുഡ്സിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നോർമൽ ഗുഡ് എന്താണ്, ഇൻഫീരിയർ ഗുഡ് എന്താണ്, കോംപ്ലിമെൻ്ററി ഗുഡ് എന്താണ്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണ്. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും ഡിമാൻഡ് കർവ് വരിക എന്നും കൂടെ ഇതിലൂടെ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ എന്താ കോംപ്ലിമെൻ്ററി ഗുഡ്, എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നൊക്കെ പറഞ്ഞു, ഇൻഫീരിയർ ഗുഡൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാലും ഈ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക, അതായത് ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും അത്തരം ഗുഡ്സിൻ്റെ എന്നുള്ളതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നത്. അതിലെ ഫസ്റ്റ് കേസ് എന്താണ്? നോർമൽ ഗുഡ്സ്. റൈസ് ഇൻ ഇൻകം ലീഡ്സ് ടു റൈസ് ഇൻ ഡിമാൻഡ് ഫോർ എ ഗുഡ് ദാറ്റ് ഗുഡ് ഈസ് കോൾഡ് നോർമൽ ഗുഡ്. അതായത് ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അത്തരം ഗുഡിന് പറയുന്ന പേരാണ് നോർമൽ ഗുഡ്. ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ്. ഇൻകവും ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമുക്കറിയാം ഗ്രാഫ് എന്താണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ് വരിക അല്ലേ? എക്സ് ആക്സിസിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, വൈ ആക്സിസിലൊരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ്. എക്സ് ആക്സിസിൽ എന്താണ്? ഡിമാൻഡ് ഫോർ ടി വി, വൈ ആക്സിസിൽ ഇൻകം. അതായത് ഗുഡ് എന്താണ്? ടി വി ആണ്. അതായത് നോർമൽ ഗുഡാണ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് ആളുകൾ ടി വി വാങ്ങിക്കും. ചിലവർ നല്ല നല്ല ടി വി വാങ്ങിക്കാൻ തുടങ്ങും, വില കൂടിയ ടി വി വാങ്ങിക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് പറയുന്നത്, അതായത് നോർമൽ ഗുഡാണെന്ന്. ദെൻ ഇൻഫീരിയർ ഗുഡ്. വെൻ റൈസ് ഇൻ ഇൻകം ലീഡ്സ് ടു ഫോൾ ഇൻ ഡിമാൻഡ് ഫോർ എ ഗുഡ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ ദ ഗുഡ് എന്ത് ചെയ്യും? കുറയും. അത്തരം ഗുഡിന് പറയുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? ഫോൾ ചെയ്യും. അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഫോർ ആൻ ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻകവും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പാണെന്ന് ഓർക്കുക. ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ എന്താണ്? ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡും നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഗ്രാഫ് അപ്പം എന്ത് വരും? നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് ആലോചിച്ചാൽ എന്താ ഓർമ്മ വരുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് എപ്പോഴാണ് വരിക? പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഇൻഫീരിയർ ഗുഡും. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ആൻ ഇൻഫീരിയർ ഗുഡും. ആദ്യത്തെ കേസിൽ ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് നോർമൽ ഗുഡും. രണ്ടാമത്തെ കേസിൽ എന്താ പഠിക്കുന്നത്? ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഇൻഫീരിയർ ഗുഡ്. അപ്പോൾ ഗുഡിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഡിമാൻഡ് ഫോർ എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അല്ലേ? അതെന്താണ്? അതിൻ്റെ പ്രത്യേകത? ഇൻഫീരിയർ ഗുഡാണ് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി. ദെൻ ഇൻകം. അപ്പോൾ എന്താണ് പ്രത്യേകത? ഇൻകം Y1 ആയിട്ട് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ആയിട്ട് കുറഞ്ഞു. ഇൻകം കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. അതാണ് ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് എന്നാലോചിക്കുക. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പോസിറ്റീവ് ആണ് എന്ന് ആലോചിച്ച് വെച്ചാൽ ഇത് പെട്ടെന്ന് കിട്ടും. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പോസിറ്റീവ് ആണ്. അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് നോർമൽ ഗുഡ്സ്. ദെൻ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആണ്. അതായത് നെഗറ്റീവ് ഓർ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. Next one, the complementary goods. Complementary goods are the part of the goods which are demanded jointly to satisfy a given want. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രത്യേകത അത് ജോയിൻ്റ്ലി ആണ് ഡിമാൻഡ് ചെയ്യുന്നത് പർട്ടിക്കുലർ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കൺസ്യൂമറിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ഡിമാൻഡ് ചെയ്തിട്ട് ഒന്നിച്ച് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. കാർ ആൻഡ് പെട്രോൾ അത് ഒന്നിച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? കാർ മാത്രം പെട്രോൾ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദെൻ അതുപോലെ തന്നെ ഇങ്കം, ഫൗണ്ടൻ പെന്നും, നീഡിലും അതുപോലെ തന്നെ ത്രെഡും. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ് അല്ലേ? കോംപ്ലിമെൻ്ററി ഗുഡ്സ് ജോയിൻ്റ്ലി ഡിമാൻഡ് ചെയ്തിട്ട് ജോയിൻ്റ്ലി ആണത് യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ? വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ്റ്ലി ആണത് യൂസ് ചെയ്യപ്പെടുന്നതെന്ന് അല്ലേ?
അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ഗുഡ്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും ഡിമാൻഡ് ഫോർ ദ കോംപ്ലിമെൻ്ററി ഗുഡും തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയാൽ അതിൻ്റെ ഡിമാൻഡ് കുറയും, ഒന്നിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണെന്ന് ആലോചിക്കുക. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് എഫക്റ്റ് നെഗറ്റീവാണ് എന്നാലോചിക്കുക. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് എഫക്റ്റ് നെഗറ്റീവാണ്, അതായത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയർ ഓഫ് ഗുഡ്സ് ആണ് അല്ലേ, ഒരു ഗുഡ് അല്ല, രണ്ട് ഗുഡ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ആർ ഡിമാൻഡഡ് ജോയിൻലി ടു സാറ്റിസ്ഫൈ എ ഗിവൺ വാണ്ട്. ഒരു പർട്ടിക്കുലർ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജോയിൻലി ആണ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കാർ, പെട്രോൾ, ഫൗണ്ടൻ പെൻ, ഇങ്ക്, നീഡിൽ, ത്രെഡ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ഗുഡ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കേസിൽ ഗ്രാഫ് എങ്ങനെ വരുന്നു നോക്കൂ. എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കാർ, വൈ ആക്സിൽ പ്രൈസ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഡിമാൻഡ് കർവിന് ഷേപ്പ് വ്യത്യാസമുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല വരച്ചിരിക്കുന്നത്, അത് പ്രത്യേകം ആലോചിക്കുക. എക്സ് ആക്സിലെ ക്വാണ്ടിറ്റി ഓഫ് കാറാണ്, വൈ ആക്സിൽ പ്രൈസ് ഓഫ് പെട്രോൾ ആണ്. അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഗുഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നിന് പകരം മറ്റൊന്ന് വെക്കാൻ പറ്റും അല്ലേ. ടീക്ക് പകരം കോഫി അല്ലേ, ബ്ലൂ പെന്നിന് പകരം ബ്ലാക്ക് പെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആർ എ പെയർ ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഈച്ച് അതർ ടു സാറ്റിസ്ഫൈ ഗിവൺ വാണ്ട്. ഒരു പർട്ടിക്കുലർ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുഡിന് പകരം മറ്റേ ഗുഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതും പെയർ ഓഫ് ഗുഡ് തന്നെയാണ്, ഒന്നിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ദേ ആർ ഓൾസോ കോൾഡ് കോമ്പറ്റീറ്റീവ് ഗുഡ്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന് മറ്റൊരു പേരാണെന്ത്? കോമ്പറ്റീറ്റീവ് ഗുഡ്സ്. ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണെന്ന്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ത് ചെയ്യും? കുറയും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ കേസിൽ പ്രൈസ് എഫക്റ്റ് പോസിറ്റീവാണ്, കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് എഫക്റ്റ് നെഗറ്റീവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ഗ്രാഫ് നോക്കൂ, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, അപ്വേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണെന്ന്. ഇവിടെ നോക്കൂ, ക്വാണ്ടിറ്റി ഓഫ് ടീ ആണ് എക്സ് ആക്സിൽ, ദെൻ പ്രൈസ് ഓഫ് കോഫി അല്ലേ. ടീയും കോഫിയും എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. അപ്പോൾ ടീയുടെ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകം ഏതാണ്? പ്രൈസ് ഓഫ് കോഫി. കോഫീൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടീയുടെ ഡിമാൻഡ് കൂടുന്നു, കോഫിയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടീയുടെ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ദി ഡിമാൻഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അപ്പം നമ്മളിപ്പോൾ 4 ഗുഡ്സ് പഠിച്ചില്ലേ, നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ്, നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ്, ദെൻ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ്, ദെൻ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് എഫക്റ്റ് നെഗറ്റീവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് എഫക്റ്റ് പോസിറ്റീവാണ്. ഇവിടെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആക്കുകയാണ് ഞാൻ. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം എഫക്റ്റ് പോസിറ്റീവ്, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം എഫക്റ്റ് നെഗറ്റീവ്, അതായത് ഇൻവേഴ്സ് റിലേഷൻ. ദെൻ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസും ക്വാണ്ടിറ്റി അല്ലേ പറയുന്നത്, അപ്പോൾ പ്രൈസ് എഫക്റ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ്, പ്രൈസ് എഫക്റ്റ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ നെഗറ്റീവ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് എഫക്റ്റ് പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഫിനേഷനും ഗ്രാഫും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ പഠിച്ചു? മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചു, ദെൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചു, പിന്നെ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു,
ദെൻ 4 ടൈപ്സ് ഓഫ് ഗുഡ്സ് പഠിച്ചു അല്ലേ? നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, കോംപ്ലിമെൻ്ററി ഗുഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഗ്രാഫ് ഡീറ്റെയിൽ ആയിട്ട് വരച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാം.